ആറ്റുകാലമ്പലം എന്ന് പറയുന്നത് ആറ്റുകാൽ ദേവി എന്നൊക്കെ പറയുന്നത് നേരത്തെ സിനിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് വേറെ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പൊങ്കാല പോലെയല്ല ഇത്തവണത്തെ പൊങ്കാല സമയത്തെ കോർപ്പറേഷൻ, അതിൻ്റെ ഒരു മാറ്റം അല്ലേ, അത് തോന്നിയോ? പ്രാർത്ഥിച്ചിരുന്നോ ദേവിയുടെ അടുത്തത്? തീർച്ചയായിട്ടും. ഞങ്ങളത് മത്സരിക്കുന്നതിന് മുന്നേ തന്നെ ഞാനും സിംഗ് ചേച്ചിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് കൗൺസിലേഴ്സ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് ഞങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യമാണത്. അപ്പോൾ ഞങ്ങളത് തീർച്ചയായിട്ടും മത്സരിക്കുന്ന സമയത്ത് തന്നെ മത്സരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഭരണം ഞങ്ങൾ തന്നെ വരും. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, അമ്മയുടെ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത്, അതായത് പണ്ടാര അടുപ്പിൻ്റെ മുന്നിൽ നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പല തവണ നമ്മൾ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ ആ വാർഡിലെ കൗൺസിലർ ആയിരിക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് ഉള്ള ആളുകളായിരിക്കണം അവിടെ നിൽക്കാൻ പറ്റുക. പലതവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ കയറി പണ്ടാരടുപ്പിനടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കലും എനിക്കൊരു അവസരം തരണം, എൻ്റെ അടുത്ത് നിന്ന് പണ്ടാരടുപ്പിൽ നിന്ന് അമ്മയുടെ പൊങ്കാല കാണാനൊരു അവസരം തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ആദ്യത്തെ അവസരമാണ്. എനിക്ക് ഇങ്ങനെ ഡെപ്യൂട്ടി മേയറായപ്പോൾ എനിക്ക് പണ്ടാരടുപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ എനിക്കത് കാണാൻ സാധിക്കുമെന്നുള്ള തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇത്രയും വർഷം തീർച്ചയായിട്ടും അത് ഒരിക്കൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, നമ്മൾ നേരത്തെ സിമി ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷിക്കും അമ്മ, പക്ഷേ അവസാനം നമുക്ക് അതൊരു അനുഗ്രഹമായിട്ട്, അതൊരു പെരുമഴ എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നടക്കാൻ പോവുകയാണ്. അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്.